എല്ലാരും ഉണ്ടല്ലോ. സ്കൂളിലേക്കായിരിക്കും. അല്ല, സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞു, ഇനി കോളേജിലേക്കാ. ജോണിച്ചൻ വീട്ടിലുണ്ടോ മോളെ? ഒരാളുടെ വീട്ടിൽ നിന്ന് രണ്ടു പശുവിന് കൊടുക്കാനെന്ന് പറഞ്ഞിരുന്നേ. ചാച്ച വീട്ടിലില്ല. എനിക്ക് വൈകിട്ട് വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. വൈകിട്ട് വരില്ല, ചാച്ച 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ജോണി എങ്ങോട്ടാ പോയത്? ദൂരേക്ക് വല്ല ട്രിപ്പും പോയതാ? ആ, ചെലപ്പോ ഇന്ന് തന്നെ വരാനും മതി. വരുന്നവരോടും പോകുന്നവരോടൊക്കെ ചരിത്രം പറയാൻ നടക്കണോടാ നീ? അതയാൾ ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത്? മോനൂട്ടാ, കരയില്ലേ? ദാ വരുന്നു. ഓ, വരുന്നൊന്ന് പറഞ്ഞില്ലേ? എന്താ? സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത്. നിങ്ങൾ പോയിട്ട് ജോണി എളുപ്പവാ. ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ. എത്ര കാലമായിട്ട് ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം അനി. ഞാൻ ഒരുപാട് ആശിച്ചുപോയി. ദൈവം തമ്പുരാൻ നമുക്കുണ്ടാക്കി തന്ന അവസരം. ആനിയെ കൊച്ചിനെ തുറക്കി ഞാനിവിടെ ഇരിക്കാം. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ അനി, നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ. ദൈവത്തിനാണ് സത്യം. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശങ്ങളിലിരിക്കുന്ന ബാവ തമ്പുരാനെ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, കൂഷ തമ്പുരാനെ, തീരട്ടെ തീരട്ടെ, ഇത് ഞാൻ പിറക്കിക്കൊള്ളാം. മോനുകുട്ടാ, എല്ലാരും 3 ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി. 3 ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട്. ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും. റോണിക്കുട്ടാ,
കുടി പൂർണ്ണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേണേ കുറയ്ക്കാം, ഒരുപാട് കുറയ്ക്കാം. പക്ഷെ മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. ഇനി നിനക്കറിയാലോ, ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ. ഇപ്പൊ ഇതില്ലാണ്ട് വയ്യ. ആനി, നീ ഇങ്ങനെ കരഞ്ഞ് മക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കല്ലേ ആനി? മക്കളുടെ മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം. മതിയോ മതിയോ ജോണി? രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം. അപ്പന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള്. ഇത്തവണയെങ്കിലും ഇത് നിൽക്കും, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലേ എന്റെ കർത്താവേ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ചന്ത പെണ്ണുങ്ങൾക്ക് പോലും സന്ധ്യ കഴിയണം. പക്ഷേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലും ആകാം. ജോണിയുടെ വീട്ടിൽ അതൊക്കെ നടക്കും. അതെല്ലാവർക്കും അറിയാം, അവനും അറിയാം. അവനോ? ഏവൻ? നീ എന്താ നീ പറയണേ? കഞ്ഞി വിളമ്പ. ആർക്കറിയാമെന്നാ പറഞ്ഞേ? ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കുമെന്നാ പറഞ്ഞേ? ആരാ അവിടെ വന്നേ? കേശവൻ. ഏത് കേശവൻ? പാലിയാരൻ കേശവൻ. ഇതാര്? ജോണിച്ചനോ? എന്താ ആ സമയത്ത്? നിന്റെ പെണ്ണുമ്പിള്ള എവിടാ? ജോണിച്ച, ആ ജോണിച്ച, നിങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ. മക്കളെ കൂടെ വിളിച്ചോ. എന്താ ഇത്? നിന്റെ തന്ത എന്തേടാ? മൂത്ത കറവക്കാരൻ. എന്താ കുഞ്ഞേ? എല്ലാരെയും കൂടെ സൗകര്യത്തിനൊന്ന് കാണാൻ വന്നതാ. നിങ്ങളെ ഇറങ്ങി വന്നേ. ജോണിച്ച, ജോണിച്ചന് ഇത്തിരി കൂടിയിട്ടുണ്ട്. താനും വന്നേ, ഞാനൊന്ന് പറയട്ടെ. എടി പിള്ളേരെ കൂടെ അകത്ത് പോയേ. നിന്നേ ആ, നില്ലടോ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഇത്തിരി സംസാരിക്കാനുണ്ടോ? മാറാ അവിടുന്ന്. ഞാൻ ഇല്ലാതിരുന്ന നേരത്ത്, അതും പട്ടാപ്പകല്, ഇവൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ പിടിച്ചു. എന്റെ മക്കള് തക്ക സമയത്ത് വന്നതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. വേണേ രഹസ്യമായിട്ട് 2 തന്ന് നിന്റെ കണക്ക് തീർക്കാം. പക്ഷേ എന്റെ മക്കളുടെ മുമ്പില് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അവമാനം തീരണമെങ്കിൽ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ നീ നാണം കിടണം. ഓട്ടി എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തൊന്നും ചെയ്യരുത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആവർത്തിച്ചാ കഴുത്തിയാൻ വെട്ടിക്കൊണ്ടുപോകും. പറഞ്ഞേ. എന്റെ പെണ്ണുമ്പിള്ളേരും പിള്ളേരും കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ട് അങ്ങനെ സുഖിച്ച് നടക്കാന്ന് വിചാരിക്കണ്ടേ? മനസ്സിലായില്ല? എന്നെ പള്ളിയിലെ ബിസിനസ് നിന്ന് പറഞ്ഞു വിട്ട് വണ്ടി ഷെഡി കയറ്റി ഞാൻ വീട്ടിൽ പോയി ചൊറി കുത്തിയിരുന്നോളാൻ. ആ കിഴവൻ കത്തനാരും നിന്റെ ആ പഞ്ചാര അച്ഛനും കൂടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാടി. നീയാണ് തുലച്ചത്. എന്റെ കച്ചവടം തുലച്ചത് നീ ഒരൊറ്റൊരുത്തിയാണ്. വഴി കിടന്ന് ഒച്ച വയ്ക്കരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ തമ്മിലായിക്കണം. അത് തന്നെ ചെയ്യാൻ പോണത്. നിന്റെ മറ്റവരോടെ ഒന്ന് പറഞ്ഞേക്ക്, കേശവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നതെന്ന്. തൊലി വെളുപ്പം കൊണ്ടേ അച്ഛന്മാരുടെ അടുത്ത് കളിക്കുന്ന പോലെ എല്ലാരും മയക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളുടെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം. കണക്കൊക്കെ ഞാൻ പിന്നെ തീർത്തോളാം. ഒരരയും 2 സോഡായി എളുപ്പം ഇങ്ങട്. ഗ്ലാസ്
എന്താണടേ നിനക്കൊരു മരണവെപ്രാളോ? ഒഴി ഒഴി ഒഴിക്കട്ടടേ. ഒഴി. ആ? എന്താ നിനക്ക് ഇത്ര ആക്രാന്തം? നടന്നോ. നിന്ന് നിപ്പിൽ ഇയാൾ അടിക്കാറില്ലല്ലോ. ഓ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. മുതുവാതിരിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ? ഇരുട്ടുവാക്കിനെങ്ങനെ ആ കേശവന്റെ കൈ ചെന്ന് പറണ്ട. ഒരു കാലും കൂടി അടിച്ച് വേഗം പൊയ്ക്കോ. പോടാ പോടാ. ഏ? ഇനി അവൻ എന്റെ മുമ്പിൽ വരണമെങ്കിൽ 7 ജന്മം ജനിക്കണം. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് വേണ്ടായിരുന്നു. സൂത്രത്തിൽ 2 പൊട്ടിക്കാനുള്ളതിന് പകരം ഇനി അവൻ വെറുതെ ഇരിക്കൂ. വല്ല മൂർഖം പാമ്പിനെ നോവിച്ചാ പേടിക്കണം. ഇവൻ വെറും നീർക്കോലി. പോകാൻ പറയായിരുന്നു. അത്താഴം മുടക്കാൻ ഇവൻ മതി. ആണ്ടി, 2 കാലട് ഒരു സോഡയും. ചേച്ചി എന്നാ പണിയാ കാണിച്ചേ? എനിക്ക് പഠിക്കണ്ടേ? നിന്നോട് ആരാ ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞേ? എനിക്ക് തേക്കണ്ടേ? മതി എന്റെ മോളെ. നീ ഇപ്പം വടി പോലെ തേച്ചു വെച്ചാലും 5 മിനിറ്റ് ചാച്ചൻ ജീപ്പ് ഓടിച്ചു കഴിയുമ്പം പഴം തുണി പോലെ ആവും. നിനക്ക് അങ്ങോട്ട് പറയാൻ മേലേ? എന്നാടി? അവനും വരണമെന്ന് ചാച്ചന്റെ കൂടെ. അയ്യോ, വയനാട്ടിലോ? കൊള്ളാം. ഇന്നിപ്പോ മുതലാളി കാണും, ചിലപ്പോ അങ്ങനെ അളിയൻ കാണും. പള്ളിക്കൂടം അടയ്ക്കുമ്പോ നമുക്കൊരു ടൂർ പോവാം കേട്ടോ. മാനന്തവാടി, തൃശ്ശിലേരി, സുൽത്താൻ ബത്തേരി, പക്ഷിപാതാളം. ചാച്ചൻ ചുമ്മാ പറയത്തേ ഉള്ളൂ. അല്ലടി കോതെ, ഉറപ്പാ. പക്ഷെ ഒരു കാര്യം, എല്ലാരും കൊണ്ട് നോക്കിയേ, പരീക്ഷയ്ക്ക് വയറു നിറച്ച് മാർക്ക് വാങ്ങിച്ചോണം. ഞാൻ അല്ലേലും ക്ലാസ്സിൽ ഫസ്റ്റാ. ഇവനാ പൊട്ട. ആ, അത് വേണ്ട. അവനെ തൊട്ടുള്ള കളി വേണ്ട കേട്ടോ മക്കളെ. യോ അനിയെ ഒന്ന് പുറത്തോട്ട് വന്നേ, സമയമായി. വരുന്നു.